രാവിലെ എഴുന്നേറ്റിട്ട് ആ ഭാഷന കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞത്, ഇക്ക നമുക്കിപ്പോൾ ഉള്ളത് എന്താ ഇപ്പോൾ വിറ്റോ ഒഴിവാക്കിയിട്ടോ വാടക വീട്ടിൽ പോയിട്ടോ നമുക്ക് ജീവിക്കാം, വേറൊരു രീതിയിലേക്കൊന്നും ചിന്തിക്കല്ലേ, അങ്ങനെ ആവരുതെന്ന് പറഞ്ഞു. സത്യസന്ധമായിട്ട് പറയുന്നതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു സംഘർഷാവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. അതിൽ നിന്നൊക്കെ ഒരു മൈൻഡ് ഫ്രീ ആവാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. സ്റ്റോപ്പിൽ നേരെ തിരിഞ്ഞ് നിൽക്കുന്നത്, നമ്മുടെ ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് അവർ തിരിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അവരെന്തായാലും അവർ സ്വാഭാവികമായിട്ട് അവരത് മാറി ചിന്തിക്കും. പറ്റാത്തതല്ല, എനിക്ക് ശമ്പളം വേണമെന്ന് ഞാൻ തരും, നമുക്ക് എടുക്കാൻ പറ്റുമോ? നമുക്ക് അങ്ങനെ ഒരു മനസ്സ് വരില്ല. സാധാരണയിൽ സാധാരണക്കാരെ ജനങ്ങൾക്ക് എത്രത്തോളം അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട് എന്ന് പോലും അവർ ഈ സമയം വരെ ചിന്തിച്ചിട്ടില്ല. ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തിനെക്കുറിച്ചാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇത് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ള വണ്ടിയിൽ നമ്മുടെ അക്സം ബസ്സിൽ ഉള്ള ആൾക്കാരും ഉണ്ട്, ജീവനക്കാരും ഉണ്ട്. ഇന്ന് കൂടെ ജീവനക്കാരെന്ന് പറയാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഒരു കുടുംബം പോലെ തന്നെയാണ് കഴിയുന്നത്. ഞങ്ങൾ ഒരു ദിവസം സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ്. ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് ഞങ്ങളുടെ ഒരു അവസ്ഥ പറയാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പൊ ഇന്ന് ഇവരെ കൂടെ കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞിടാം, നമുക്കൊന്ന് അത് ചെയ്താലോ, നമ്മുടെ ഒരു അവസ്ഥ നിങ്ങൾക്കും കൂടെ അനുഭവം കൂടെ ഒന്ന് ഷെയർ ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെക്കാട്ടിലും കൂടുതൽ കുറച്ചുകൂടി അവർക്ക് നല്ല രീതിയിൽ അത് അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റും. ഞങ്ങൾ ഉദ്ദേശിച്ച പ്രിയദർശിനി യാത്രയാണ്. അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഞങ്ങളെപ്പോലുള്ള പ്രൈവറ്റ് ബസ്സുകാർക്കാണ്. നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്, ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ബസ് ഓൺ ചെയ്യുന്ന ഒരു ആളെന്ന നിലയ്ക്ക് ഇക്കാകും, അതുപോലെ തന്നെ ആ ബസ്സിൽ പണിയെടുക്കുന്ന ആൾക്കാരെന്ന രീതിയിൽ അവർക്കും ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അവരോട് സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഞാനും ആഷ്നയെ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നൊരു വീഡിയോ ആണ്. പ്രിയദർശിനിയുടെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമ്മളെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടല്ലോ. അത് ചെറിയ രീതിയിലൊന്നും അല്ല ഞങ്ങളെ 2 ബസ്സിനെയും ബാധിച്ചത്. അതിൻ്റെ നല്ലൊരു സങ്കടം ഉണ്ട് ഉള്ളിൽ. കാരണം ഇവർ രണ്ടും കണ്ടക്ടർമാരാണ്. ഡ്രൈവറാണ്, സുനിൽ കണ്ടക്ടറാണ്. നമ്മളിത് ഡെയിലി വണ്ടിയുടെ കളക്ഷൻ കാണുന്നതല്ലേ. അപ്പം അതിൻ്റെ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലൊന്നല്ല, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഞങ്ങൾ ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് അല്ലടോ ഇതിൽ ഇപ്പം ഇവരോട് തന്നെ പാസഞ്ചേഴ്സ് സ്ഥിരം നമ്മുടെ നല്ല അഡ്ജസ്റ്റ്മെൻറ്റിലാണ് അത്യാവശ്യം നമ്മൾ കൊണ്ടുപോയിരിക്കുന്നത്. സ്ഥിരം വരുന്ന അത്യാവശ്യം ആൾക്കാരെയൊക്കെ ചാർജിൽ നിന്ന് ഒരു 25% 30% നമ്മൾ സ്ഥിരം വരുന്നവർ കുറവ് വരുത്താറുണ്ടായിരുന്നു. അത് അവരെ കാത്തു നിൽക്കാറുണ്ട് ചില സ്ഥലത്ത്. ചില സമയത്ത് ലേറ്റ് ആകുമ്പോൾ വെയിറ്റ് ചെയ്തിട്ട് വൈകുന്നേരം 6:02 ബന്ദർക്ക പോകുന്ന ട്രിപ്പിലൊക്കെ 6:02 ബന്ദർക്ക പോകുന്ന ട്രിപ്പൊക്കെ പിന്നെ നമ്മൾ നഴ്സുമാർ അല്ലെ, നമ്മൾ കാത്തു നിൽക്കും അവർ വരാൻ വേണ്ടി. പുറകിലൊരു സ്റ്റേറ്റ് ബസ് വരാനുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യാതെ അവർക്ക് ആ ദൂരത്തേക്ക് പോകാൻ വേറെ വണ്ടിയില്ല, അങ്ങനെ കാത്തു നിൽക്കുമായിരുന്നു. പിന്നെ അതിൽ പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും സങ്കടം വന്ന വേറെന്താ കാര്യം എന്ന് വെച്ചാൽ, ബന്ദർക്ക വണ്ടിയുടെ അവസ്ഥ എന്ന് വെച്ചാൽ മാലക്കല്ല് വന്നിട്ട് കരിവാടം വഴി പിന്നെ ബന്ദർക്കയ്ക്ക് പോകുന്ന വണ്ടിയാണ്. അപ്പോൾ മാലക്കല്ല് വരെ സ്റ്റേറ്റിന് വന്നിട്ട് പിന്നെ അവിടെ നിന്ന് മാറിക്കയറാണ്. നമ്മുടെ 2 ബസ്സിലെയും യാത്രക്കാരുമായിട്ട് നമ്മൾ അതുപോലെ അറ്റാച്ച്മെന്റ് ആണ്, ഒരു അത്രയാണ് പെട്ടെന്ന് ഇങ്ങനെ. പക്ഷെ അവരെ നമ്മൾ ഒരു കാര്യം കുറ്റം പറയില്ല കേട്ടോ, അവർക്ക് ഇങ്ങനെ ഒരു ഓഫർ കിട്ടിയപ്പോൾ അവരത് പോയതാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇത് സർക്കാർ തന്നെയാണ് ഇതിനൊരു നല്ല തീരുമാനം എടുക്കേണ്ടത്. സ്ഥിരം വരുന്നവരും കൂടി ഇപ്പോൾ സ്റ്റോപ്പിൽ മാറി തിരിഞ്ഞ് നിൽക്കുക ചെയ്യുന്നത്. നമ്മളെ ഫേസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബുദ്ധിമുട്ടും കൊണ്ട് അവർ തിരിഞ്ഞ് നിൽക്കുക ചെയ്യുന്നത്. കാരണം നമുക്കൊരു വിഷമം, സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് വരാണ്ടിരിക്കുക നമുക്കൊരു ബുദ്ധിമുട്ടല്ല. പിന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു കുത്തക മുതലാളിയോ അല്ലാതെ വർഷങ്ങളായിട്ട് സാമ്പത്തികമായിട്ട് ഭദ്രത ഉണ്ടായ ഒരാളോ ഒന്നും അല്ല. ഇത്രയും 18 വർഷം 19 വർഷത്തോളം ബസ്സിൽ പണിയെടുത്തതിന് ശേഷം ഒരാഗ്രഹം കൊണ്ടാണ് ഒരു ബസ് എടുത്തത്. പിന്നെ അങ്ങനെ ആഗ്രഹം കൊണ്ട് എടുത്തവനെ സംബന്ധിച്ച് ആ ഒരു അപ്പോഴത്തെ ഒരു ഭദ്രത കണക്കാക്കി മാത്രമാണ് മുന്നോട്ട് പോയത്. അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്കും കാര്യങ്ങളും ടാക്സും ഇൻഷുറും എല്ലാം അടച്ച് പോകണം. ഒന്ന് പിടിച്ച് നിന്ന് പോകുന്ന ഒരു കണ്ടീഷനിലായിരുന്നു ഓൾറെഡി സർവീസ് നടന്നുകൊണ്ടിരുന്നത്. ഇവർക്കറിയാം, ഇവരെ നിർത്തി ഞാൻ കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ. അതിൻ്റെ ഇടയിൽ ഈ ഒരു അടിയും കൂടെ ആകുമ്പോൾ അടവുകൾ ഒരുപാടുണ്ട്. കാറിൻ്റെ അടവുണ്ട്, 2 ബസ്സിൻ്റെ അടവുണ്ട്, പിന്നെ ഇൻഷുർ, ടാക്സ്, വീടിൻ്റെ അടവ്, പിന്നെ പേഴ്സണൽ ലോണിൻ്റെ അടവ് കാര്യങ്ങൾ. ഇതൊന്നും പറയുന്ന എന്താണെന്ന് വെച്ചാൽ അത്രയും കാര്യങ്ങളെല്ലാം അങ്ങനെ ഒപ്പിച്ചൊപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് ഒപ്പിച്ച് പോകുമായിരുന്നു. പിന്നെ ഗൾഫിലും അല്ല, ഇപ്പം നാട്ടിൽ തന്നെ ആയതുകൊണ്ട് അതിൻ്റെതായ ഇവർക്കറിയാം. ഇവരോട് പിന്നെ പ്രത്യേകിച്ച് മറച്ചു വെക്കണം. എൻ്റെ രാവും പകലും എൻ്റെ കൂടെ നടക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും.
ഇവർക്ക് അവസ്ഥകൾ അറിയാം. അപ്പോൾ ഇങ്ങനെ ആയാലും നമ്മുടെ അക്സം നിലയ്ക്കും അധികം താമസിക്കാതെ, അല്ലാതെ വേറെ വഴിയില്ല ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇതൊരു വല്ലാത്തൊരു പ്രതിസന്ധിയായി. ഇപ്പം ഇങ്ങനെ ആവുന്നല്ല, ഒരിക്കലും ഇത്രയും വിചാരിച്ചില്ല, ഇത്രയും ക്രൂരമാകുമെന്ന് വിചാരിച്ചില്ല അവസ്ഥ. ഞങ്ങള് ബന്ദർക്ക വണ്ടിക്ക് ഇത്ര അടി വരുന്നും വിചാരിച്ചില്ല കേട്ടോ. ബന്ദർക്ക വണ്ടിക്ക് നല്ല അടിയായി, നമ്മുടെ ആദ്യത്തെ വണ്ടിക്ക് നല്ല അടി വന്നു. പണത്തൊരു വണ്ടി പിന്നെ ഇവരൊക്കെ അത്യാവശ്യം എങ്ങനെയൊക്കെയോ കുറച്ച് ടിക്കറ്റ് തിരിച്ചു വന്നു തോന്നല്ലോടാ. ഇതുവരെ 300 രൂപ 300 രൂപ വേണം കളർ ഷീറ്റ് വേണമെങ്കിൽ ഇടാം. 300 രൂപക്ക് 45 കിലോമീറ്റർ ഓടിയത് 363 രൂപയ്ക്ക് 45 കിലോമീറ്റർ ഓടി. അപ്പം എന്നെ രാവിലെ വിളിച്ചുവൻ, എടാ ഇങ്ങനെ ആയിട്ടുള്ള എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇനി പാണത്തൂർ വെച്ചിട്ട് കാര്യമില്ല, കാഞ്ഞങ്ങാട് കൊണ്ട് വെക്കുന്നുണ്ട്. കാഞ്ഞങ്ങാട് കൊണ്ട് അന്ന് സർവീസ് നടത്തി തോന്നല്ല, എന്തോ ചെറിയ ബാലൻസ്, പിന്നെ ഉച്ചക്കത്തെ ട്രിപ്പെല്ലാം ആയിട്ടൊന്ന് ലെവലായി വന്നു തോന്നുന്നു. വലിയ കുഴപ്പമില്ലാണ്ട്, അന്ന് കുഴപ്പമില്ലാണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബാലൻസിൻ്റെ 4/1 4000 കിട്ടുന്നിടത്ത് 1000 തേച്ചും കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. അപ്പം എന്തായിട്ട് ഓടിപ്പോകില്ലല്ലോ. ടാക്സ് ഉണ്ട്, ഇൻഷുർ ഉണ്ട്, അതുപോലെ 2 വർഷം കൂടുമ്പോൾ ബ്രേക്ക്, പിന്നെ അറ്റകുറ്റപ്പണികൾ വേറെ ഉണ്ട്, ടയർ റിസോൾഡ്, ലെയിൻഡർ കാര്യങ്ങൾ, മെയിൻ്റനൻസിൻ്റെ പറയേ വേണ്ട. മെയിൻ്റനൻസിൻ്റെ പാർട്സ് സാധനത്തിൻ്റെ എല്ലാം വില ദിനം പ്രതി കൂടാണ്. ഇപ്പം ഇതിൻ്റെ ഇടയിൽ തന്നെ 10 രൂപയുടെ മുകളിലാണ് ഡീസലിൻ്റെ വില കൂടി. എല്ലാം കൂടെ ആയിട്ട് താങ്ങാൻ പറ്റുന്നില്ല. ഭയങ്കര ഒരു അവസ്ഥ തന്നെയാണ്. വീട്ടിലും ഇപ്പോൾ നമ്മുടെ കുടുംബത്തിലൊക്കെ ഇപ്പോൾ ഇതൊരു വലിയ വിഷയമായി. എന്താ വെച്ചാൽ മൊത്തത്തിൽ ബാധിക്കാൻ തുടങ്ങി. ഇത് നമ്മളെത്ര ഇതായാലും അവരൊക്കെ സോഷ്യൽ മീഡിയ കാണുന്നവരാണ്, അവർക്കൊക്കെ സങ്കടമുണ്ട്. കാരണം ഇപ്പം നമുക്കിപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്നെ സംബന്ധിച്ച് ഞങ്ങൾക്കിത് വിൽക്കാനും പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു വേറൊരു വശം. ഇതിപ്പോൾ വെറുതെ കൊടുത്താൽ ആൾക്കാർക്ക് വേണ്ടാന്നൊരു കണ്ടീഷനായി. ഇത്രയും കൊല്ലത്തെ അധ്വാനമാണ്, കാര്യങ്ങളാണ്. അപ്പം എല്ലാം അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഈ ഒരു മേഖലയിൽ ചെയ്തതിൽ ഇപ്പോൾ നല്ല വിഷമമുണ്ട് സത്യം പറഞ്ഞാൽ. അല്ല വേറെ ഇപ്പോൾ ഞാൻ തകർന്നു പോകും. പിന്നെ ജനങ്ങൾ, അതെ കാരണം ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ ജനങ്ങൾ അങ്ങനെ അതിലേക്ക് മാറും. കാരണം അവരെ സംബന്ധിച്ച് പക്ഷെ ഇതിന്റെ ഒരു സത്യാവസ്ഥ വേറെ ഉണ്ടോ. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സർക്കാർ ജീവനക്കാരെ കുറ്റം പറയുന്നല്ല, ഇത് സാധാരണക്കാരുടെ ഇടയിലേക്ക് വളരെ കുറച്ചാണ് ഇതിനൊരു നേട്ടം എത്തുള്ളൂ. സാധാരണക്കാർ പിന്നെ അതിൽ സാധാരണക്കാരുടെ ഇടയിലേക്ക് നേട്ടം എത്തുന്ന വിഭാഗം എന്ന് വെച്ചാൽ കടകളിൽ നിൽക്കാൻ, ഷോപ്പുകളിൽ നിൽക്കാൻ പോകുന്ന ആൾക്കൊക്കെ ഒരു അവർക്ക് നേഴ്സുമാർ അവരൊക്കെ സംബന്ധിച്ചൊക്കെ ഇതാണ്. അതൊരു കാർഡ് അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരിൽ അവരാണ് അതിന് ഏറ്റവും സീറ്റ് വേണമെന്ന് പറഞ്ഞ സിസ്റ്റർമാർ വരെ ഇപ്പൊ നിന്നിട്ട് പോകാനും ഡോറ് ചാരിന്നിട്ട് പോകാനും അവരും. അല്ല, അവരെ കുറ്റം പറയുന്നല്ല, നമ്മള് സീറ്റിൽ ഇരുത്തി അങ്ങനെ യാത്ര ചെയ്ത് സീറ്റ്, അതെ എന്തായാലും ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്കിപ്പോ ഇത് ഈ വീഡിയോ ചെയ്യുന്ന എന്താ വെച്ചാല് ഞങ്ങളുടെ ഒരു അവസ്ഥ പറയാൻ വേണ്ടിട്ടാണ്. നിലച്ചു ആദ്യത്തെ മന്ത്രി കളർ കോഡ് ഇത് മാറ്റി, ജീവിതയെ മാറ്റി മാനദണ്ഡം. ഈ പ്രിയദർശിനി തുടങ്ങിയിട്ട് രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം സത്യസന്ധമായിട്ടുള്ള കഥയാണ്. ആഷ്ന വീഡിയോ എടുക്കുന്നുണ്ട്, അവൾക്കറിയാം. രാവിലെ എഴുന്നേറ്റിട്ടാകുമ്പോൾ ആഷ്ന കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞത്, ഇക്ക നമുക്കിപ്പോൾ ഉള്ളത് എന്താ ഇപ്പോൾ വിറ്റോ ഒഴിവാക്കിയിട്ടോ വാടക വീട്ടിൽ പോയിട്ടോ നമുക്ക് ജീവിക്കാം, വേറൊരു രീതിയിലേക്കൊന്നും ചിന്തിക്കല്ലേ, അങ്ങനെ ആവരുതെന്ന് പറഞ്ഞു. സത്യസന്ധമായിട്ട് പറയുന്നതാണ്. അപ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ ആ ഒരു നെഞ്ചിടിപ്പും അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ ഉറക്കത്തിൽ എന്തെങ്കിലും പറഞ്ഞതാണ്, എന്നോട് ആഷ്ന പറഞ്ഞിട്ടില്ല അത് അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ഒന്നും ചിന്തിക്കരുത്, മക്കള് കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് ഇതാക്കാം എന്ന് പറഞ്ഞു. കാരണം അത് ഞാൻ എന്ത് പറഞ്ഞുകൊണ്ടാണെന്നല്ല, ഇനി വല്ല ഉറക്കത്തിലല്ല ആത്മഹത്യ എന്തെങ്കിലും കാര്യം പറഞ്ഞോ എന്താ അറിയില്ല, ചിലപ്പോൾ എന്തെങ്കിലും പിടുത്തം വിട്ടിട്ടാകുമ്പോൾ നമ്മുടെ ഇത്രയും കൊല്ലത്തൊരു മൊത്തത്തിലുള്ളൊരു ഇതല്ലേ തകർന്ന് തരിപ്പണായി കാണുന്നത്. ഒരു കർഷക ഷീറ്റ് വൈകുന്നേരം അയക്കുമ്പോൾ അതിലൊന്നും മിച്ചം നോക്കാൻ ഒന്നും ഇല്ലാത്തൊരവസ്ഥ. ഡീസലടിച്ച് ശമ്പളവും 2-3 ദിവസം എടുത്തില്ല. എങ്ങനെയാണ് ഇന്ന് ശമ്പളം എടുക്കേണ്ടത് രാവിലെ? അതുപോലെ രാവിലെ ഇപ്പോൾ ഷിനോനെ സംബന്ധിച്ചാണ് ഏറ്റവും ഹെവി ഡ്യൂട്ടി എടുക്കുന്നത് ഷിനോയാണ്, ഷിനോൻ്റെ ബസ്സാണ്. കാരണം രാവിലെ ഷിനോയ്ക്ക് ഒരു മിനിമം ഒരു 4:15 ഷിനോ വീട്ടിൽ നിന്ന് എഴുന്നേക്കണം. 4:15 എഴുന്നേറ്റ് KSRTC കയറി അവിടെ എത്തി 7 മണിക്ക് വണ്ടി സ്റ്റാർട്ടിംഗ് ആണ്. ഏകദേശം ഒരു 30-34 കിലോമീറ്റർ മറ്റേ ടൗണിലേക്ക് ബസ് എടുക്കാൻ ഷിനോയ്ക്ക് ദൂരമുണ്ട്. ആ ദൂരത്ത് പോയി എടുത്ത് വണ്ടി എല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറുണ്ണാൻ ഷിനോയ്ക്ക് കിട്ടുന്ന 10 മിനിറ്റാണ്. 1:20 വണ്ടി എത്തിക്കഴിഞ്ഞാൽ 1:30 വിടണം. 10 മിനിറ്റാണ്. 10 മിനിറ്റിൽ നിങ്ങൾക്ക് ഊഹിക്കാലോ, വണ്ടിയിൽ നിന്ന് ഇറങ്ങി വണ്ടി ഓഫാക്കി ഇറങ്ങി പോയി ഒന്ന് കൈ കഴുകി വന്ന് ടേബിളിലിരുന്ന് അത്രയും 7 മിനിറ്റ് 6 മിനിറ്റാണ് അവന് ഭക്ഷണം കഴിക്കാൻ കിട്ടുക. ലീവും അങ്ങനെ അധികം ആക്കാറില്ല, അവൻ്റെതായ പ്രശ്നങ്ങൾ കൊണ്ട് അവൻ ലീവ് ആക്കാറില്ല. എല്ലാവർക്കും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉള്ളവരല്ലേ. അപ്പോൾ അവൻ വീട്ടിലേക്ക് എത്തുന്നതും ഏകദേശം ഒരു 10 മണി അടുപ്പിച്ചാവും.
അങ്ങനെ അത്രയും കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ മേഖലയിൽ പണിയെടുക്കുന്നവരും ഉള്ളത്. നമ്മളെടുക്കുമ്പോഴും അങ്ങനെയാണ്, അവരൊക്കെ എടുക്കുമ്പോൾ ഹെവി ഡ്യൂട്ടി തന്നെയാണ് എടുക്കുന്നത്. അതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രശ്നം എനിക്ക് അത്രയും ഭയങ്കരമായിട്ട് നോർമലൈസ് ചെയ്യാൻ പറ്റുന്നേ ഇല്ല. എങ്ങനെ നോർമലൈസ് ചെയ്യും? നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ നമുക്ക് ആകെ ഒരു ധൈര്യം എന്തായിരുന്നു, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ വണ്ടി 2 എണ്ണം കൊണ്ട് ഒന്ന് കൊടുക്കാം, പെർമിറ്റോ വണ്ടിയോ ഒക്കെ കൊടുത്ത് നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാം എന്നതല്ലേ നമുക്ക് വരുന്നൊരു ധൈര്യം. നമ്മുടെ കയ്യിലിരിക്കുന്ന അസറ്റല്ല നമ്മുടെ ധൈര്യം. ആ അസറ്റിന് ഒരു വാല്യൂ ഇല്ലാതാവുമ്പോൾ നമ്മൾ ആകെ തകർന്നു പോകും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു സംഘർഷാവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. അതിൽ നിന്നൊക്കെ ഒരു മൈൻഡ് ഫ്രീ ആവാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും കൂട്ടുകാരെല്ലാം കൂടെ ഉള്ളതുകൊണ്ട് തിരിച്ചു വരുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഇവരവരുടെ അനുഭവങ്ങൾ അവർ പറയും. ഇപ്പോൾ ഞാൻ ബന്ധരിക്കാൻ വണ്ടിയില്ലാതെ ഞാൻ പണിയെടുക്കുന്നത് ഇപ്പോൾ 1 മാസത്തിന് മുകളിലായി. അപ്പോൾ സ്ഥിരം വരുന്ന പല ആൾക്കാരുണ്ട്. നമ്മളൊരു ബന്ധരിക്ക വണ്ടി എന്ന് വെച്ചെങ്കിൽ പണ്ട് മുതൽ ഒരു ഫാമിലി പോലെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയായിരുന്നു. അല്ലെങ്കിൽ പാസഞ്ചർ നമ്മൾ തമ്മിൽ അത്രമേൽ നല്ല ബോണ്ട്, നല്ല ഇത് ഫ്രണ്ട്ഷിപ്പ്, ഒരു കുടുംബം പോലെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിലും പല ആൾക്കാരും ഇപ്പം മാറി. പിന്നെ ഇപ്പോൾ ഈ പ്രിയദർശിനിയുടെ ഇതുകൊണ്ട് തന്നെ മാറി. ഇപ്പോൾ വെച്ചെങ്കിൽ ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു, സ്റ്റോപ്പിൽ നേരെ തിരിഞ്ഞ് നിൽക്കുന്നത്, നമ്മുടെ ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് അവർ തിരിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല. അവരെന്തായാലും അവർ സ്വാഭാവികമായിട്ട് അവരത് മാറി ചിന്തിക്കും. എന്നാലും നമുക്കൊരു വിഷമം പോലെ. അപ്പോൾ അങ്ങനെ ഒരാൾ മാറി അങ്ങനെ എത്ര ആൾക്കാർ ഒരു വണ്ടിയിൽ നിന്ന് മാറുന്നുണ്ടാവും, ഇങ്ങനത്തെ കാര്യം നോക്കിയിട്ട്. അപ്പോൾ നമുക്കതെല്ലാം ഒരു ഫസ്റ്റ് ട്രിപ്പ് തന്നെ മാറുമ്പോൾ നമ്മുടെ മാനസികമായിട്ട് നമ്മളെ അന്നത്തെ ദിവസം തന്നെ അതിൽ പോവുക ചെയ്യുന്നത്. ഫസ്റ്റ് ട്രിപ്പിൽ ഒരു 1000-1500 അടി വരുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ മൈൻഡ് പോയി. നമ്മൾ ഫസ്റ്റ് രാവിലെ അങ്ങനെ ഫസ്റ്റ് ട്രിപ്പാണ് നമ്മുടെ മൈൻഡ് സെറ്റ് ആക്കുന്നത്. ആ ട്രിപ്പ് തന്നെ ഇങ്ങനെ ആവുക പറയുമ്പോഴത്തേക്കും നമുക്കൊന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനോ എന്താ പറയുക അതിനെ പറ്റിയിട്ട് ഇപ്പോൾ പറയാൻ തന്നെ നമുക്കെന്തോ ഒരു ഇതാണ് തോന്നുന്നത്. ഇപ്പോൾ ഇതാണ് ഇപ്പോൾ നിലവിൽ നടക്കുന്ന ഒരവസ്ഥ. നമുക്ക് തന്നെ ശരിക്കും പറഞ്ഞെങ്കിലും മടിയാവുക ചെയ്യുന്ന ഡ്യൂട്ടി എടുക്കാൻ വേണ്ടിയിട്ട്. ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാല് പിന്നെ ഇത് നമ്മള് നമ്മുടെ വണ്ടി 2 വണ്ടിയും കൂടി 12 ചാലാണ്. ഒരു വണ്ടി 6, അങ്ങോട്ടും ഇങ്ങോട്ടും 6. പക്ഷെ ഈ 6 ചാലും ആളുള്ളതല്ല. നമ്മുടെ മെയിൻ രാവിലത്തെ ട്രിപ്പ്, വൈകുന്നേരത്തെ ട്രിപ്പ്, പിന്നെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഒന്നായി അങ്ങനെ ഒപ്പിച്ച് പോകുന്നവരാണ് ഞങ്ങള്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് രാവിലത്തെ ട്രിപ്പ് പൊട്ടുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മൈൻഡേ പോയി പോകും. പിന്നെ അത് ലെവലാക്കണമെങ്കിൽ നമുക്ക് വേറൊരു പ്രതീക്ഷയില്ല, വേറൊരു ട്രിപ്പില്ല, വല്ല വിശേഷ സമയം അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ പിന്നെ ആ ഒരു അതെങ്കിലും പ്രതീക്ഷിക്കാം. ഇത് രാവിലെ തൊട്ടേ വണ്ടിയിൽ ഒരു മനുഷ്യനെയും കാണാതെ, രാവിലെയാണ് ആളെ കാണേണ്ടത്. ആ രാവിലെ സ്റ്റാൻഡിലേക്ക് പോകുന്ന സമയത്ത് കുട്ടികൾ വരെ മാറി. ഞാൻ ഒരു ദിവസം പോലും ഞാൻ ഡ്യൂട്ടി എടുത്തില്ല. ഇവര് വിളിച്ചിരുന്നു, ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. എനിക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? ഞാൻ ഇതുവരെ എടുത്തില്ല. ഇനി എടുക്കുന്നുണ്ട് തന്നെ ഡ്രൈവർ ഡ്യൂട്ടി എടുക്കുക വയ്യ. അതുകൊണ്ട് നമുക്കിപ്പോ കളക്ഷൻ ഷീറ്റ് വൈകുന്നേരം അയച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ പോലെയാ തോന്നുന്നത്. അല്ലെങ്കിൽ ചെറിയൊരു നല്ലൊരു ബാലൻസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ പെട്ടെന്ന് 1000-ലും താഴോട്ട് ഒരു ഇത് ബാലൻസ് കൊടുക്കുക പറയുമ്പോൾ നമുക്ക് അയക്കാനെ നടക്കണം. ഞാൻ പല വർഷം ലീവ് ആക്കിയാലോ, അപ്പോൾ എനിക്ക് കുറച്ച് സ്ഥലത്തേക്ക് എടുക്കുന്നില്ല എന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. മിഥുനോട് ഞാൻ പറഞ്ഞിരുന്നു, മിഥുൻ അറിയാം. പിന്നെ നമ്മൾ മാറി ഈ വണ്ടി ബന്ധരിക്ക വണ്ടി നമ്മൾ എടുക്കുക, ബന്ധരിക്ക വണ്ടിയിൽ പണത്തിന് വേണ്ടി നമ്മൾ മാറി എടുക്കുന്നത്. ഞാൻ പറഞ്ഞു പറ്റുന്നില്ല, എന്തിനിങ്ങനെ ഈ ബാലൻസ് കൊടുത്ത് നമുക്ക് നാണക്കേടാണ് കളക്ട് അയക്കാൻ. നമുക്കെന്നെ ഒരു സ്വാഭാവികമായിട്ട് തോന്നുമല്ലോ. അത്ര വരെ എത്തിയില്ല. പിന്നെ സ്വാഭാവികമായിട്ടും ശമ്പളം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. എന്നെക്കാളും സങ്കടം ഇവർക്കും. നമുക്ക് ശമ്പളം കിട്ടിയില്ല. ഈ കഴിഞ്ഞ 15-ാം തീയതി ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഞാനും ഇതിനും പണത്തിനുണ്ട് ഡ്യൂട്ടി എടുക്കുന്നു. വണ്ടി ഉച്ച ട്രിപ്പിന് ബൈക്കായി. അന്ന് ഓടിയിട്ട് ശമ്പളം വരെ എടുക്കാൻ പറ്റാത്തതല്ല. എനിക്ക് ശമ്പളം വേണമെന്ന് പറഞ്ഞാൽ തരും, നമുക്ക് എടുക്കാൻ പറ്റുമോ? നമുക്ക് അങ്ങനെ ഒരു മനസ്സ് വരില്ല. അതോടെ അന്ന് തൊട്ട് തുടങ്ങിയ കാലക്കേട് ഇന്ന് വരെ തീർന്നിട്ടില്ല. 700-600 ബാലൻസ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ മുന്നോട്ട് പോകുന്ന നിലയ്ക്കുന്നത് ഈ ഒരു 440 രൂപ വരെ അതന്നെ. ഒരേ വണ്ടിയും കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരല്ലേ പകുതിയിൽ ഉള്ളത്, വണ്ടി മേഖലയെ ആശ്രയിച്ച് നിൽക്കുന്ന ആൾക്കാരല്ല. അപ്പോൾ എല്ലാവരും കൂടി എങ്ങനെ മുന്നോട്ട് പോകുന്ന ആലോചിക്കുന്നത്. ഈ ഒരു പ്രശ്നം കൊണ്ട് പിള്ളേരുണ്ടാകുമ്പോൾ കുറച്ച് ചില്ലറ പൈസ കിട്ടണമെങ്കിൽ അവരെ ഇപ്പോൾ ചേഞ്ചിന് വേണ്ടിയിട്ട് ചില്ലറ പൈസ കിട്ടും. ഇപ്പം അടുത്ത കടയിൽ പോയിട്ട് ഇല്ല പൈസ കൊടുത്തിട്ട് ചില്ലറാക്കി കൊണ്ടുവരണം. പിള്ളേരും ഇല്ലേ, ഇതൊരു വിദ്യാർത്ഥിക്ക് കൊടുത്താൽ മതിയായിരുന്നു. വിദ്യാർത്ഥികൾക്ക് കൊടുത്താലും ഇത്ര കണ്ട് ബാധിക്കില്ലായിരുന്നു. ഒരു 60 വയസ്സിന് മുകളിലോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനായിരുന്നു. ഇതൊരുമാതിരി നമ്മളോട് തകർക്കാൻ വേണ്ടി ചെയ്ത പോലെ ആയിപ്പോയി. എന്നാൽ പിന്നെ ഇവർക്ക് നിർത്തിയിട്ട് നമ്മുടെ ആ ഒരു പ്രസ്ഥാനത്തിന്റെ എന്താണോ അതിന്റെ മുടക്ക് മുതൽ അത് ഏറ്റെടുത്ത് ആ നഷ്ടം നികത്തിയിട്ടല്ലേ ഒരു ബിസിനസ് അല്ല, ഒരു സർവീസാണിത്. പക്ഷെ എന്നാൽ പോലും അത് അങ്ങനെയൊക്കെയല്ലേ ചെയ്യണ്ടല്ലോ. ഇപ്പൊ സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവന്നു. പക്ഷെ ആ പദ്ധതി നല്ല പദ്ധതി തന്നെയാണ്. പക്ഷെ ഒരു മേഖലനെ തകർത്തുകൊണ്ടിട്ടായത് ആ ഒരു പദ്ധതി. കാരണം ഇത് സർക്കാർ ഈ പദ്ധതി കൊണ്ടുവരുമ്പം മുൻകൂട്ടി ഇതിനൊരു മാനദണ്ഡം ഉണ്ടാക്കണമായിരുന്നു. ഇപ്പം എൻഡോസൾഫാൻ പേഷ്യൻ്റ്, 60 വയസ്സ് കഴിഞ്ഞ പിന്നെ വൃദ്ധരായ ആൾക്കാർ, അതുപോലെ തന്നെ ഡയാലിസ് പേഷ്യൻ്റ്, ക്യാൻസർ പേഷ്യൻ്റ്, അതുപോലെ വിദ്യാർത്ഥികൾ, ഇവർക്ക് ഇത്രയും ഒരു മാനദണ്ഡം വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊരു നല്ല പദ്ധതിയായിരുന്നു. ഇതിപ്പം ഒരു പദ്ധതി കൊണ്ടുവന്നിട്ട് പിന്നെ അതും അതിൻ്റെ ഗുണം എത്രത്തോളം സാധാരണക്കാരായ ജനങ്ങൾക്ക് എത്രത്തോളം അതിൻ്റെ ഗുണം
കിട്ടുന്നുണ്ട് എന്ന് പോലും അവർ ഈ സമയം വരെ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ അതും കൂടെ അവർ ഇപ്പം 1 മാസത്തോളമായി ഈ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ട്. അപ്പോൾ ഒരു മേഖല അങ്ങനെ പൂർണ്ണമായിട്ട് തകരുമ്പോൾ ആ മേഖലയെ പിടിച്ചു നിർത്താൻ പറ്റുന്ന നിലയിലേക്ക് നമ്മുടെ സർക്കാർ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഇതിൽ മാനദണ്ഡം കൊണ്ടുവന്ന് മാറ്റം വരുത്തേണ്ട ഒരു അത്യന്താപേക്ഷിതമാണ്. കാരണം ഒരു വിഭാഗത്തെ സന്തോഷിപ്പിക്കുമ്പോൾ മറ്റൊരു വിഭാഗത്തിന് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. കാരണം ഈ ഒരു ഇപ്പോൾ 1-2 ബസ്സിലെ ആൾക്കാരുണ്ടാവും, അവർ വളരെ കഷ്ടപ്പെട്ട് അവരെ ഒരു ജീവിതത്തിൻ്റെ നല്ലൊരു സമ്പാദ്യം എടുത്തിട്ടായിരിക്കും ഈ ഒരു ബസ് എടുത്തിട്ടുണ്ടാവുക. കാരണം ഈ ബസ്സിനെ ചുറ്റിപ്പറ്റി ഇപ്പോൾ അവരെ ഭാര്യ, അവരെ മക്കൾ, അവരെ അച്ഛൻ, അമ്മ, കുടുംബക്കാർ ഇവരൊക്കെ ഈ ഒരു ഇതിൽ നിന്നായിരിക്കും ചിലപ്പം പോറ്റിയിട്ട് പോകേണ്ടത്. അപ്പം അവരെ ഫാമിലി അടക്കം ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് തകർന്നു പോകുമ്പം നമുക്ക് മാനസികമായിട്ട് നമുക്കൊരു തളർച്ച വരുമ്പം അതെല്ലാ മേഖലയിലേക്കും ബാധിക്കും. അപ്പം സർക്കാർ ഇത് മുന്നിൽ കണ്ടിട്ട് ഈ ഒരു പദ്ധതി ഇതിലൊരു മാറ്റം വരുത്തിയിട്ട് ഈ ഒരു സ്വകാര്യ ബസ് മേഖലനെ സംരക്ഷിക്കാനുള്ള ഒരു നടപടി കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവണം. എന്നല്ല, കാരണം എല്ലാവരെയും സംരക്ഷിച്ചു കൊണ്ടാണ് ഒരു സർക്കാർ പോകേണ്ടത്. ഇതിൻ്റെ ഭാഗമായിട്ട് സർക്കാരിന് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ അറിഞ്ഞും മനസ്സിലാക്കിയും കൊണ്ട് ഈ ഒരു പ്രൈവറ്റ് മേഖലയെ കൂടെ സംരക്ഷിച്ച് മുന്നോട്ട് പോകാനുള്ള നടപടി എത്രയും പെട്ടെന്ന് സർക്കാർ സ്വീകരിക്കണമെന്ന് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ടാക്സ് 50% ടാക്സ് കുറച്ചിട്ടുണ്ട്. പക്ഷെ 50% ടാക്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 28,000 രൂപ എന്നൊരു 3 മാസത്തേക്ക് വരുന്നത്. 28,000-ന് 3 മാസം 90 ദിവസം കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ എങ്ങനെ നോക്കിയാലും 130 രൂപ ഒരു ദിവസം. 4,000 3,500-ന്റെ അടി വരുന്നിട്ട് നമുക്ക് 130 രൂപയുടെ ഒരു സംരക്ഷണം കിട്ടിയോണ്ട് കാര്യമില്ലല്ലോ. ടാക്സ് പൂർണ്ണമായിട്ട് കുറച്ചിട്ടും കാര്യമില്ല, പിടിച്ചു നിൽക്കാൻ പറ്റില്ല, എന്തായാലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇതിപ്പോൾ എന്ത് ചെയ്യണം എന്താവും എന്നൊരു പിടുത്തമില്ലാണ്ട് ഇങ്ങനെ നിൽക്കുക, ഒന്നും മനസ്സിലാകുന്നില്ല സത്യം പറഞ്ഞാൽ. എല്ലാ വണ്ടിയും കാരണം ഇത് ഉൾനാട്ടിലേക്കൊന്നും ഈ പ്രൈവറ്റ് ബസ് പോകുന്ന ഉൾനാട്ടിലേക്കൊന്നും ഇതിന്റെ ഗുണം കിട്ടിയിട്ടുമില്ല. പിന്നെ അർഹതപ്പെട്ടവർക്ക് കിട്ടിയിട്ടുമില്ല. ഇതൊരു കിട്ടിയവരിപ്പോ എന്തായിട്ട് അവർക്ക് ഗുണമാണ് അവരെ സംബന്ധിച്ച്. പക്ഷെ എല്ലാവർക്കും എല്ലാ വിഭാഗത്തിലേക്കും എത്തിയിട്ടില്ല. എല്ലാ വിഭാഗത്തിലേക്കും ആക്കാൻ പറ്റുന്ന എത്ര പ്രൊജക്ടുകളുണ്ട് നമ്മുടെ നാട്ടില്. ഡെയിലി ജീവിതത്തിൽ എല്ലാ സാധാരണക്കാർക്കും കിട്ടുന്ന എല്ലാ മനുഷ്യന്മാർക്കും കിട്ടുന്ന രീതിയിലുള്ള എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പൊ കറണ്ട് ബില്ല് അല്ലെങ്കിൽ നഷ്ടത്തിലോടുന്ന ഒന്നാമത് നഷ്ടത്തിലാണ് KSRTC. അതിന് പിന്നെ ഈ പൈസ ഇനി ഗവൺമെന്റ് സർക്കാരിലേക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ ഇത് നമുക്ക് അധിക ബാധ്യതയല്ലേ നമ്മുടെ മേലിൽ. ഇത് രണ്ടാമത് വേറെ രീതി ഇവിടെ കിട്ടേണ്ട ഒരുപാട് വിദ്യാഭ്യാസമില്ല ആൾക്കാർ, തൊഴിലില്ലാതെ യുവതികൾ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേറൊരു അവസരം കൂടെ ഈ പൈസ എടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുകയാണ്. ഒരു സൗജന്യം കൊണ്ട് നമ്മൾ എത്ര ഒരു 2.5 കോടിയാണ് ഡെയിലി. 10 ദിവസം 25 കോടിയായി. 10 ദിവസം അതിന്റെ ഇരട്ടിയായി, 25ആയി, 75 കോടിയായി. പിന്നെ ഒരു മാസത്തേക്ക് നോക്കുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഇതിപ്പോ ഞാൻ KSRTC-യിലെ ജീവനക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാവുന്നത് അവര് 16,000 15,000 കളക്ഷനുള്ള വണ്ടിക്കെല്ലാം 27, 28ഒക്കെയാണ് കളക്ഷൻ, 30ഒക്കെയാണ് കളക്ഷൻ ഉള്ളത്. പക്ഷെ സർക്കാർ കണക്കെടുത്തിട്ടാകുമ്പോൾ 15,000-ന് 16,000-ന് കണക്കാണ് എടുത്ത്. 30,000 ആകുമ്പോൾ 6,000 രൂപയൊക്കെ അടക്കുന്നത്. പിന്നെ അവർ TA ഒന്നും കിട്ടുന്നില്ല. അതൊക്കെ അവർ ചെയ്യുമായിരിക്കും സർക്കാർ, നമ്മൾ പറയേണ്ട കാര്യമില്ല. അവർ കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുക്കുമായിരിക്കും TA കാര്യങ്ങളൊക്കെ. എന്തായാലും നമ്മൾ തകർന്നു, അത്ര തന്നെ. ഇപ്പം നിലവിൽ തകർന്നിട്ടാണ് ഉള്ളത്. എന്ത് തീരുമാനം വരും എങ്ങനെ വരും എന്നറിയില്ല. അപ്പോൾ ഞങ്ങളുടെ ഒരു വിഷമം പറയാൻ വേണ്ടിയിട്ട് നമുക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും വരുന്നുള്ള പ്രതീക്ഷയിൽ ഇത് വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ്. പ്രൈവറ്റ് മേഖല ആരും ഇതാക്കുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. സംരക്ഷിക്കുന്ന പറഞ്ഞ എങ്ങനെ സംരക്ഷിക്കുന്ന കൂടി പറഞ്ഞിരുന്നെങ്കിൽ നല്ലത്. ഇതൊക്കെ നമ്മൾ നികുതിയും ടാക്സും എല്ലാ കാര്യത്തിനും അടക്കുന്ന പൈസയാണ്. ഇത് മര്യാദയ്ക്ക് വലിയ കുഴപ്പമില്ലാതെ നഷ്ടത്തിലാണെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് വരുന്നൊരു സർവീസിനെ ഇനിയിപ്പോൾ അവർ നിലനിൽക്കുമോ നമ്മളും തകരും. ഇതിപ്പോൾ പണ്ട് ഇതേപോലെയാണ് ഇത് വന്നത്. എന്താപ്പോൾ ടേക്ക് ഓവർ വാഹനങ്ങൾ വന്നു, കോഴിക്കോട് റോഡ് ഇങ്ങനെ ലോങ് സർവീസിന് ടേക്ക് ഓവർ വന്നിട്ട് മറ്റേ വണ്ടി പൂട്ടിപ്പോയി. 5 മിനിറ്റ് മുമ്പാണ് ടേക്ക് ഓവർ KSRTC പോകുന്നത്. മാനന്തവാടിക്കും അതുപോലെ കോഴിക്കോടേക്കും നമ്മുടെ പാണത്തൂർ ഇരട്ടിക്കാന്ന് ഇപ്പോൾ ഒന്ന് നിലനിൽക്കുന്ന 2-3 ഇല്ല, 2-3 അതിൽ എത്ര എണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു? 15-25 മിനിറ്റ് ഉണ്ടായിരുന്നു ടേക്ക് ഓവർ വണ്ടികൾ. അതെല്ലാം നിർത്തിപ്പോയി. ടേക്ക് ഓവർ നിർത്തി, അതിന്റെ ഒപ്പം ഉണ്ടായി പ്രൈവറ്റ് നിർത്തി. അതാണ് അവസ്ഥ. കോഴിക്കോട് ഗീതയില്
അതിന് ടേക്ക് ഓവർ വന്നു. ആന്റണി കണ്ടില്ല, ആന്റണിക്ക് വന്നിട്ട് അതെ അതെ ആന്റണിക്ക് ടേക്ക് ഓവർ വന്നു. അത് അവര് കാഞ്ഞങ്ങാട് വെച്ചോണ്ടിരുന്നു. അവര് പാണത്തൂരേക്ക് ഓടാൻ തുടങ്ങുമ്പോ എന്താവും, വണ്ടി വരും. അതന്നെ. അങ്ങനെ അവര് നിർത്തിപ്പോവും. പിന്നെ അത് രാവിലെ പോകുന്നവർക്ക് ഒരു പെട്ടെന്ന് എത്തിപ്പെടാം. ഈ നമ്മുടെ അടുത്ത് പരിയാരം മെഡിക്കൽ കോളേജ്, പിന്നെ പറശ്ശിനിക്കടവ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം പോകാൻ ഏറ്റവും ഉപകാരമുള്ള വണ്ടിയായിരുന്നു അത്. പക്ഷെ അത് പോയി. ഇപ്പൊ പട്ടി ഒട്ട് പുല്ല് തിന്ന പശുവിനെ തീറ്റിക്കുകയും ചെയ്യില്ല. അതാണ് ഇപ്പത്തെ നിലവിലെ അവസ്ഥ. ഇപ്പം ഓർഡിനറി ബസ് പറഞ്ഞിട്ട് ഇപ്പം അതാ എല്ലാം TT ഉൾപ്പെടെ. ഇപ്പം ഒരാൾക്ക് തിരുവനന്തപുരം പോകണമെങ്കിൽ അവരെങ്ങനെ പോകുന്ന അറിയോ? ഇവിടുന്ന് നേരെ കോഴിക്കോടേക്ക് TT കയറുന്നു, കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് കയറുന്നു, അവിടുന്ന് പത്തനംതിട്ടക്കും പിന്നെ തിരുവനന്തപുരത്തേക്ക് 4 ബസ് തിരുവനന്തപുരത്ത് എത്തിയ. അപ്പൊ അങ്ങനെ ലോങ് ഓടുന്ന ബസ്സുകളുടെ വലിയ പ്രയാസമല്ലേ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് ഭാവിയിലേക്ക്. സർക്കാരിന് ഇത് KSRTCക്ക് പൈസ കൊടുക്കുമായിരിക്കാം, പിടിച്ചു നിൽക്കുമായിരിക്കാം. സർക്കാരിന്റെ അടുത്ത് കൊടുക്കാൻ പൈസയുണ്ട്, പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ അവസ്ഥ അതല്ലല്ലോ. നമ്മളെയും കൂടെ ഗൗനിക്കണം. ഞങ്ങളും ഇതേ സർക്കാരിന്റെ കീഴിലുള്ള ആൾക്കാരാണ്, എന്നിട്ടും ഇവിടെ ജീവിക്കേണ്ട ആൾക്കാരാണ്. ഞങ്ങളുടെ കുടുംബം വഴിയാധാരമാക്കരുത് എന്ന അപേക്ഷയാണ്. കയ്യിലിരിക്കുന്ന പൈസ എടുത്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് കാല് പിടിക്കുകയാണ്. മന്ത്രിയുടെ പ്രസ്താവനയാ ഭയങ്കര ഒരു പ്രയാസം ഉണ്ടാക്കി. കാരണം ഇത്രയും ലക്ഷങ്ങൾ മുടക്കി ഞങ്ങൾ ബസ് വാങ്ങി റോഡിലിട്ട് ടാക്സ് അടച്ച് അതിന്റെ ഇതൊക്കെ സർക്കാർ പറയുന്ന ഈ ഫണ്ട് പൈസ ഒക്കെ അടച്ചിട്ട് അവസാനം മന്ത്രി പറഞ്ഞത് പ്രൈവറ്റ് ബസ്സുകാർ വേറെ വഴി നോക്കണം, സ്വയം ചെയ്യാൻ കൂടുതൽ വരുമാന മാർഗം ബസ്സിൽ സച്ചട തുടങ്ങണോ, അല്ലെങ്കിൽ ബസ്സിൽ മറ്റേ ലോട്ടറി കച്ചവടം തുടങ്ങണോ? അതിനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ആ വഴി ജീവിക്കുന്ന ആൾക്കാർ, ജീവിക്കുന്നവരില്ലേ. പിന്നെ അവർക്ക് ബുദ്ധിമുട്ടായിക്കൂടെ? ഇത്രയും ലക്ഷങ്ങൾ ചിലപ്പം 1 കോടി അല്ല, ഇതെല്ലാം ചെയ്യാം. ഇനിയിപ്പോ പോട്ടെ, ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും മിച്ചറോ കടലയോ അല്ലെങ്കിൽ പുസ്തകങ്ങളോ പെൻസിലോ പേനയോ ഒക്കെ ആയിട്ട് വണ്ടിയിൽ കയറി. ഈ വണ്ടിയിൽ ആർക്ക് കൊടുക്കും? ഇത് വണ്ടിയിൽ ആള് കയറി ഡ്രൈവറിനെ കൊടുക്കാൻ കഴിയില്ല. ആകെ 4, 3, 7 ആളും 7 ആളെന്നെ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ പറയാം. അത്രയും ആളില്ല. അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഒരു അവസ്ഥ പറയാൻ വേണ്ടി വന്നതാണ്. ഞങ്ങള് സാധാരണക്കാരായതുകൊണ്ട് ഞങ്ങളുടെ വർത്തമാനവും വളരെ സാധാരണമായിരിക്കും. അപ്പൊ മന്ത്രിയോ ആരെങ്കിലൊക്കെ ഇതിന്റെ ബന്ധപ്പെട്ടവർ കാണുന്നുണ്ടെങ്കിൽ ദയവേദിട്ട് മനസ്സിലാക്കുക. അവസ്ഥ വളരെ പരിതാപകരമാണ്. ഞങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. പിന്നെ ആ കുടിക്കാനല്ല വെള്ളം കൊടുത്തിട്ട് കാര്യമില്ല, പിന്നെ മരിച്ചേഞ്ച് കുളിപ്പിക്കാൻ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവശ്വാസം ഇപ്പോൾ തരാം, അല്ലാതെ പിന്നീട് ഇനി കെട്ടിയിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടൊന്നും കെട്ടിയിട്ട് ഒരു കാര്യമില്ല. അപ്പോഴേക്കും ഞങ്ങൾ തീരുമാനമായി പോകും. ശരി എന്നാൽ.